ഒരിക്കൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പുറത്തു നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതം സാധാരണ പോലെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. പക്ഷേ ഉള്ളിൽ മാത്രം എന്തോ ശരിയല്ലാത്തതുപോലെ തോന്നും. ഒരു ചെറിയ സംഭവം മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കും. ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക് മണിക്കൂറുകളോളം ചിന്തിക്കും. നാളെ എന്ത് സംഭവിക്കും എന്നറിയില്ലെങ്കിലും അതിനെക്കുറിച്ച് ഇന്നുതന്നെ പേടിക്കാൻ തുടങ്ങും. ചിലപ്പോൾ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും നമ്മുടെ മനസ്സ് കഥകളുണ്ടാക്കും. അത് മോശമായി പോയാൽ എന്തു ചെയ്യും? അവർ എന്നെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചാൽ? എനിക്ക് ഈ കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ? നാളെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ? ഇങ്ങനെ ഒരു ചോദ്യം അവസാനിക്കുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം തുടങ്ങും. അവസാനം ശരീരം ക്ഷീണിക്കും, മനസ്സ് ക്ഷീണിക്കും. പക്ഷേ ചിന്തകൾ മാത്രം നിർത്താതെ തുടരും. ഇതാണ് പലരുടെയും ജീവിതത്തിൽ പതുക്കെ വളരുന്ന ഉത്കണ്ഠ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതല്ല. നിങ്ങളുടെ തലച്ചോർ നിങ്ങളുടെ ശത്രുവുമല്ല. അതിന് നിങ്ങളെ ഭയപ്പെടുത്താനുള്ള ഒരു ലക്ഷ്യവുമില്ല. മറിച്ച് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അത് പലപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷെ പ്രശ്നമെന്താണ്? ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രം മുഴങ്ങേണ്ട അലാറം എല്ലാ ചെറിയ ശബ്ദത്തിനും മുഴങ്ങാൻ തുടങ്ങിയാൽ എന്താകും സംഭവിക്കുക? നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് നിയന്ത്രണമില്ലാത്ത ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉത്കണ്ഠയെ വെറുക്കാൻ പഠിക്കുകയല്ല, അതിനെ മനസ്സിലാക്കാൻ പഠിക്കുകയാണ്. നമ്മുടെ തലച്ചോർ എങ്ങനെയാണ് ഭയത്തെ സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് ഒരു ചെറിയ ചിന്ത വലിയ പ്രശ്നമായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഒരു ചിന്തയെ ബലമായി തടയാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമായി തിരിച്ചുവരുന്നത്? ഭയത്തിൽ നിന്ന് എല്ലായ്പ്പോഴും ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അതിനെ കൂടുതൽ ശക്തമാക്കുന്നത്? അതിലും പ്രധാനമായി, നമ്മുടെ മനസ്സിനെ വീണ്ടും ശാന്തതയിലേക്ക് പരിശീലിപ്പിക്കാൻ കഴിയുമോ? കഴിയും. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങളുടെ തലച്ചോർ സ്ഥിരമായി ഒരേ രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒന്നല്ല. അത് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു. നിങ്ങൾ ആവർത്തിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നതനുസരിച്ച് അതിന്റെ ശീലങ്ങൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് ഭയം പഠിച്ച തലച്ചോറിന് ശാന്തതയും പഠിക്കാം. ഓവർതിങ്കിംഗ് ശീലമാക്കിയ മനസ്സിന് വ്യക്തമായി ചിന്തിക്കാനും പഠിക്കാം. ഭയന്ന് പിന്നോട്ടു പോകുന്ന മനസ്സിന് ധൈര്യത്തോടെ മുന്നോട്ടു പോകാനും പഠിക്കാം. ഇനി ഈ യാത്ര നമുക്ക് തുടക്കം കുറിക്കാം. അധ്യായം 1. നിങ്ങളുടെ തലച്ചോർ എന്തുകൊണ്ടാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? നമുക്കാദ്യം ഒരു ചെറിയ സാഹചര്യം ചിന്തിക്കാം. നിങ്ങൾ രാത്രി വീട്ടിൽ ഒറ്റയ്ക്കാണ്. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ആദ്യ നിമിഷം തന്നെ ശരീരം ജാഗ്രതയിലാകും. ഹൃദയമിടിപ്പ് കൂടും. ശ്വാസം വേഗത്തിലാകും. മനസ്സ് ഉടൻ ചോദിക്കും, എന്താണ് ആ ശബ്ദം? ഇവിടെ രസകരമായ കാര്യമെന്താണെന്നറിയാമോ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ അറിയില്ല. എന്നിട്ടും ശരീരം അപകടത്തിനായി തയ്യാറായി കഴിഞ്ഞു. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് നിങ്ങളെ സുരക്ഷിതനാക്കുക എന്നതാണ്. അതാദ്യം ചോദിക്കുന്നത്, ഈ നിമിഷം ഞാൻ സന്തോഷവാനാണോ എന്നല്ല, ഇവിടെ എന്തെങ്കിലും അപകടമുണ്ടോ എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിന് അപകടസൂചനകളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത്. ഒരു ചെറിയ ശബ്ദം, ഒരു അപ്രതീക്ഷിത മുഖഭാവം, ഒരു നെഗറ്റീവ് വാർത്ത, ആരെങ്കിലും നമ്മോട് സംസാരിക്കാത്തത്, ജോലിയിൽ വന്ന ചെറിയൊരു മാറ്റം, ഇവയെല്ലാം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ അപകട സൂചനകളായി മാറാം. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. യഥാർത്ഥ അപകടവും നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന അപകടവും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. നാളെ ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ഭയം വരുന്നു. യാഥാർത്ഥ്യത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ തലച്ചോർ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. അത് സംഭവിച്ചാൽ എന്തു ചെയ്യും? പണം എങ്ങനെ കണ്ടെത്തും? കുടുംബത്തെ എങ്ങനെ നോക്കും? എല്ലാം മോശമായി പോയാൽ? ഒരു ചെറിയ സാധ്യതയെ തലച്ചോർ 10 വ്യത്യസ്ത ഭയങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ശരീരത്തിന് അത് യഥാർത്ഥ പ്രശ്നം പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ഒരു ചിന്ത വന്നതുകൊണ്ട് അത് സത്യമാകുന്നില്ല. നിങ്ങളുടെ തലച്ചോർ ഒരു സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ട് ആ സംഭവം നടക്കുമെന്ന് അർത്ഥമില്ല. ചിലപ്പോൾ അത് വെറും ഒരു തെറ്റായ അലാറമായിരിക്കും. ഒരു വീട്ടിലെ സുരക്ഷാ അലാറം ചിന്തിച്ചു നോക്കൂ. കള്ളൻ വന്നാൽ അലാറം മുഴങ്ങണം. പക്ഷേ കാറ്റിൽ ജനൽ കുലുങ്ങിയാലും അലാറം മുഴങ്ങുന്നു. അപ്പോൾ നിങ്ങൾ അലാറത്തെ ശപിക്കുമോ? അല്ല. ഇത് വളരെ സെൻസിറ്റീവ് ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. നമ്മുടെ മനസ്സിനോടും ഇതേ സമീപനമാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പേടിക്കുന്നത് എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നതിനു പകരം, എന്റെ തലച്ചോർ ഇപ്പോൾ ഒരു അപകട സൂചന നൽകുകയാണ്, പക്ഷേ ഈ അപകടം യഥാർത്ഥമാണോ എന്ന് ആദ്യം നോക്കാം എന്ന് പറയാൻ പഠിക്കണം.
ഈ ചെറിയ മാറ്റം തന്നെ വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. അധ്യായം 2. ഒരു ചെറിയ ചിന്ത എങ്ങനെ വലിയ ഉത്കണ്ഠയായി മാറുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഇന്ന് ഞാൻ ചെയ്ത കാര്യം ശരിയായിരുന്നോ? അത്രമാത്രം. പക്ഷെ നിങ്ങളതിൽ നിർത്തിയില്ല. ശരിയായില്ലെങ്കിൽ, അവർക്ക് മോശമായി തോന്നിയാൽ, അവർ മറ്റുള്ളവരോട് പറഞ്ഞാൽ, അത് എന്റെ ഭാവിയെ ബാധിച്ചാൽ, ഇങ്ങനെ ഒരു ചെറിയ ചിന്തയിൽ നിന്ന് 10 പുതിയ ചിന്തകൾ ജനിക്കും. ഇതാണ് ഓവർതിങ്കിങ്ങിന്റെ സ്വഭാവം. ഒരു ചിന്ത മറ്റൊന്നിനെ ജനിപ്പിക്കും, രണ്ടാമത്തത് മൂന്നാമത്തത് ഉണ്ടാക്കും. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു പരിഹാരം കണ്ടെത്തുന്നതായി തോന്നും. പക്ഷേ പലപ്പോഴും അത് പരിഹാരം കണ്ടെത്തുന്നില്ല, അത് ഭീഷണി തിരയുകയാണ്. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് വ്യക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? അടുത്ത ഘട്ടം എന്താണ്? ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം? പക്ഷേ ഉത്കണ്ഠയുള്ള ചിന്തകൾക്ക് അവസാനമില്ല. ഇങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ സംഭവിച്ചാൽ, അതിലും മോശമായാൽ, ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രം. ഉത്തരം ഒന്നുമില്ല. അതുകൊണ്ടാണ് ഓവർതിങ്കിങ് നമ്മളെ ക്ഷീണിപ്പിക്കുന്നത്. നമ്മൾ ഒരേ മാനസിക മൈതാനത്തിലൂടെ വീണ്ടും വീണ്ടും നടക്കുകയാണ്. ഒരേ വഴിയിലൂടെ ദിവസവും നടന്നാൽ അവിടെ ഒരു വ്യക്തമായ പാത രൂപപ്പെടും. തലച്ചോറിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്ത നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതിലേക്ക് പോകുന്നത് കൂടുതൽ എളുപ്പമാകും. അതുകൊണ്ടാണ് ചില ചിന്തകൾ നമ്മൾ ശ്രമിക്കാതെയും സ്വയം വരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ചിന്തകളോട് യുദ്ധം ചെയ്യേണ്ടതില്ല. ഇതാണ് പലരും ചെയ്യുന്നൊരു തെറ്റ്. ഈ ചിന്ത എനിക്ക് വേണ്ട, ഇത് ചിന്തിക്കരുത്, ഇത് മറക്കണം എന്ന് ബലമായി ശ്രമിക്കുന്നു. പക്ഷേ മനസ്സിനോടിത് ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് വീണ്ടും അതേ കാര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ചിന്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ തിരിച്ചറിയുക. ഇതൊരു ചിന്തയാണ്, ഇതൊരു ഭയമാണ്, ഇത് ഒരു സാധ്യതയെക്കുറിച്ചുള്ള എന്റെ മനസ്സിന്റെ കഥയാണ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ചിന്തയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ചിന്തയെ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. അതാണ് വലിയ വ്യത്യാസം. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ വരികളും ചിലപ്പോൾ മറ്റൊരാൾക്ക് വലിയൊരു ആശ്വാസമായേക്കാം. അധ്യായം 3. നിങ്ങളുടെ എല്ലാ ചിന്തകളും സത്യമല്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും സത്യമായിരിക്കണമെന്നില്ല. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. പക്ഷേ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ ശക്തി മനസ്സിലാകുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളൊരാൾക്കൊരു സന്ദേശം അയച്ചു. അവർ മറുപടി നൽകിയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് എന്തു ചെയ്യും? അവർ എന്നോട് ദേഷ്യത്തിലാണ്. അത് അടുത്ത നിമിഷം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പിന്നെ, അവർ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? അവസാനം ഈ ബന്ധം തന്നെ തകരുമോ? യാഥാർത്ഥ്യം എന്താണ്? അവർ തിരക്കിലായിരിക്കാം, ഫോൺ കയ്യിലില്ലായിരിക്കാം, സന്ദേശം കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ തലച്ചോർ ഒരു വിശദീകരണമുണ്ടാക്കി. പ്രശ്നമെന്തെന്നാൽ ആ വിശദീകരണം പലപ്പോഴും ഏറ്റവും മോശമായതായിരിക്കും. അതുകൊണ്ട് ഒരു ഭയപ്പെടുത്തുന്ന ചിന്ത വന്നാൽ ഉടൻ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. 1. ഇത് യഥാർത്ഥത്തിൽ സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവ് എന്താണ്? 2. ഇതിന് മറ്റൊരു സാധാരണ വിശദീകരണമുണ്ടാകുമോ? 3. ഞാനിപ്പോൾ ഒരു വസ്തുതയാണോ നോക്കുന്നത്, അതോ എന്റെ മനസ്സുണ്ടാക്കിയ ഒരു കഥയാണോ വിശ്വസിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾ മനസ്സിന്റെ വേഗം കുറയ്ക്കും. ഭയത്തിന്റെ സമയത്ത് നമ്മുടെ തലച്ചോർ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ശ്രമിക്കും. പക്ഷേ നമുക്ക് ഒരു നിമിഷം നിൽക്കാൻ കഴിഞ്ഞാൽ ചിന്തയും സത്യവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ തുടങ്ങും. ഇത് പരിശീലിക്കേണ്ട ഒരു കഴിവാണ്. ഒരു ദിവസം കൊണ്ട് ഇത് സ്വാഭാവികമാകില്ല. പക്ഷേ ഓരോ തവണയും നിങ്ങളൊരു ഭയചിന്തയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പുതിയൊരു വഴി പഠിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി. ഒരു ചിന്ത വന്നാൽ അതിനെ ഉടൻ മാറ്റേണ്ടതില്ല. ചില ചിന്തകൾ വരട്ടെ. അവയെ ഒരു മേഘം പോലെ നോക്കൂ. മേഘം ആകാശത്ത് വരുന്നു, കുറച്ച് സമയം നിൽക്കുന്നു, പിന്നെ പോകുന്നു. ചിന്തകളും അങ്ങനെ തന്നെയാണ്. ഒരു ചിന്തയെ പിടിച്ച് മണിക്കൂറുകളോളം ഇരിക്കേണ്ട ആവശ്യമില്ല. അത് വരാം, നിങ്ങളത് ശ്രദ്ധിക്കാം, പിന്നെ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് മാറ്റാം. ഇതാണ് മനസ്സിനോടുള്ള ആരോഗ്യകരമായ സമീപനം. അധ്യായം 4. ഉത്കണ്ഠ ഉയരുമ്പോൾ ശരീരത്തെ ആദ്യം ശാന്തമാക്കുക. നമ്മൾ പലപ്പോഴും മനസ്സിനെ മാത്രം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ശരീരത്തിനും മനസ്സിനും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. നിങ്ങൾ ഭയപ്പെടുമ്പോൾ ശരീരം മാറുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം വേഗത്തിലാകുന്നു, തോളുകൾ മുറുകുന്നു, മുഖത്ത് ടെൻഷൻ ഉണ്ടാകുന്നു, കൈകൾ മുറുകാം,
ശരീരം മുഴുവൻ ജാഗ്രതയിലാകും. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ശരീരലക്ഷണങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന ചിന്ത വരുന്നു. അത് വീണ്ടും ഭയം കൂട്ടുന്നു. അതുകൊണ്ട് ഉത്കണ്ഠയുടെ സമയത്ത് ശരീരത്തെ ശാന്തമാക്കുന്നത് വളരെ സഹായകരമായിരിക്കും. ആദ്യം ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വേഗത്തിൽ ശ്വാസമെടുക്കുന്നതിനു പകരം പതുക്കെ ശ്വാസമെടുക്കുക. പിന്നെ സാവധാനം പുറത്തേക്ക് വിടുക. ശ്വാസത്തെ ബലമായി നിയന്ത്രിക്കേണ്ടതില്ല. പതുക്കെ, ശാന്തമായി. കുറച്ച് നിമിഷങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാറ്റുക. അടുത്തതായി ചുറ്റുമുള്ള ലോകത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നിങ്ങളുടെ മുന്നിലുള്ള ചില വസ്തുക്കൾ ശ്രദ്ധിക്കുക. അവയുടെ നിറം കാണുക. അവയുടെ ആകൃതി ശ്രദ്ധിക്കുക. നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്ന അനുഭവം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരം ഇപ്പോൾ എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. ഇത് മനസ്സിനെ ഭാവിയിലെ ഭയങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. മറ്റൊരു ലളിതമായ പരിശീലനമാണ് ശരീരം ബോധപൂർവം റിലാക്സ് ചെയ്യുക. തോളുകൾ താഴ്ത്തുക. മുഖത്തെ പേശികൾ ശാന്തമാക്കുക. കൈകൾ മുറുക്കിയിട്ടുണ്ടെങ്കിൽ അയയ്ക്കുക. ശരീരത്തോട് പറയുക, ഇപ്പോൾ ഞാൻ സുരക്ഷിതനാണ്. ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നത്. മറ്റൊരു മികച്ച മാർഗമാണ് ചിന്തകൾ എഴുതിവെക്കുന്നത്. മനസ്സിൽ കിടക്കുന്ന കാര്യം പേപ്പറിൽ എഴുതുമ്പോൾ അതിന് ഒരു രൂപം ലഭിക്കും. അപ്പോൾ നമുക്ക് അതിനെ പുറത്തുനിന്ന് നോക്കാൻ കഴിയും. ഇതാണ് എന്നെ ഇത്രയും നേരം അലട്ടിയത് എന്ന് ചിലപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. അതുകൊണ്ട് മനസ്സിലെല്ലാം കെട്ടിവെക്കുന്നതിനു പകരം എഴുതുക. എന്താണ് ഭയം? എന്താണ് യഥാർത്ഥ പ്രശ്നം? എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമെന്താണ്? ഇത്രയും മാത്രം. അധ്യായം 5. ഭയത്തിൽ നിന്ന് ഓടുന്നത് എന്തുകൊണ്ട് ഭയത്തെ ശക്തമാക്കുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്ക് വരാം. നമ്മളിൽ പലരും ഭയത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഭയമുള്ള സാഹചര്യം ഒഴിവാക്കുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് മാറ്റിവെക്കുന്നു. ആളുകളെ കാണുന്നത് ഒഴിവാക്കുന്നു. ചില തീരുമാനങ്ങൾ എടുക്കാതെ നീട്ടുന്നു. ആ നിമിഷം ആശ്വാസം കിട്ടും. പക്ഷേ ദീർഘകാലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോർ ഒരു തെറ്റായ പാഠം പഠിക്കുന്നു. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണ് സുരക്ഷിതനായത്. അങ്ങനെ ഭയമുള്ള സാഹചര്യം കൂടുതൽ അപകടകരമായി തോന്നിത്തുടങ്ങും. ഉദാഹരണത്തിന്, ഒരു പുതിയ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഭയമാണെന്ന് കരുതുക. ആ ജോലി തുടങ്ങാതെ മാറ്റിവെച്ചു. അപ്പോൾ ആ നിമിഷം ടെൻഷൻ കുറയും. പക്ഷേ അടുത്ത ദിവസം അതേ ജോലി കൂടുതൽ ഭയപ്പെടുത്തും. വീണ്ടും മാറ്റിവെക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകും. അവസാനം ജോലി തന്നെ വലിയൊരു ഭീഷണിയായി തോന്നും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഭയത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിനു പകരം ചെറിയ അളവിൽ അതിനെ നേരിടാൻ പഠിക്കണം. ശ്രദ്ധിക്കുക, ഇത് ഒരേ ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തിലേക്ക് ചാടുക എന്നല്ല. ചെറിയ പടികൾ, അതാണ് പ്രധാനപ്പെട്ടത്. ഒരു വലിയ കാര്യത്തെ ചെറിയ ഘട്ടങ്ങളാക്കുക. ഇന്ന് 5 മിനിറ്റ്, നാളെ 10 മിനിറ്റ്, പിന്നെ കുറച്ചുകൂടി. ഓരോ തവണയും നിങ്ങളുടെ തലച്ചോർ ഒരു പുതിയ അനുഭവം പഠിക്കും. ഞാൻ ഇത് ചെയ്തു. ഞാൻ സുരക്ഷിതനായിരുന്നു. എനിക്കിതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഈ അനുഭവങ്ങളാണ് ആത്മവിശ്വാസം നിർമ്മിക്കുന്നത്. ഭയം ഇല്ലാതായതിനു ശേഷം മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നല്ല. പലപ്പോഴും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയം കുറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ആത്മവിശ്വാസം ആദ്യം വരികയും പിന്നെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നു, അതുവഴി അനുഭവം നേടുന്നു. ആ അനുഭവം ആത്മവിശ്വാസം വളർത്തുന്നു. അങ്ങനെ അടുത്ത പ്രവർത്തനം കുറച്ച് എളുപ്പമാകുന്നു. ഇതാണ് മനസ്സിനെ റീവയർ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഭാഗം. അധ്യായം 6. ശാന്തമായ ഒരു മനസ്സ് എങ്ങനെ നിർമ്മിക്കാം. ഇപ്പോൾ വരെ നമ്മൾ ഉത്കണ്ഠ എങ്ങനെ ഉണ്ടാകുന്നു എന്നും അതിന്റെ ചക്രം എങ്ങനെ തകർക്കാം എന്നും കണ്ടു. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. നമുക്ക് ഉത്കണ്ഠ വന്നാൽ മാത്രം അതിനെ കൈകാര്യം ചെയ്യണോ? അല്ല. അതിനേക്കാൾ നല്ലത് ദിവസേന മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. ശാന്തമായ മനസ്സ് ഒരു ഭാഗ്യം മാത്രമല്ല, അത് വളർത്തിയെടുക്കാവുന്ന ഒരു ശീലമാണ്. ആദ്യമായി ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തുക എന്നതാണ്. ഞാൻ എന്തിനാണിങ്ങനെ? എനിക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരെപ്പോലെ ആകാൻ കഴിയുന്നില്ല? എന്റെ മനസ്സ് എന്തുകൊണ്ട് ശാന്തമാകുന്നില്ല എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനു മുകളിൽ വീണ്ടും കുറ്റബോധം ചേർക്കേണ്ടതില്ല. പകരം നിങ്ങളോട് തന്നെ സൗമ്യമായി സംസാരിക്കുക. ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ എനിക്ക് പരിശീലിക്കാം എന്ന് പറയുക. രണ്ടാമതായി, ശരീരത്തെ അവഗണിക്കരുത്. നല്ല ഉറക്കം, ശരീരത്തിന് ആവശ്യമായ വിശ്രമം, ദിവസത്തിലെ ചെറിയ ചലനങ്ങൾ, നടത്തം,
ശരീരത്തെ സജീവമാക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ. ഇവയെല്ലാം മനസ്സിന്റെ നിലയെയും സ്വാധീനിക്കും. മൂന്നാമതായി, ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാൻ പരിശീലിക്കുക. ഉത്കണ്ഠ പലപ്പോഴും നമ്മളെ രണ്ട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒന്ന് കഴിഞ്ഞ കാലം, മറ്റൊന്ന് ഭാവി. കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ, ഭാവിയിലെ സാധ്യതകൾ. പക്ഷേ നമ്മുടെ ജീവിതം നടക്കുന്നത് എവിടെയാണ്? ഇവിടെ, ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ നടക്കുന്നതിൽ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിയിൽ ശ്രദ്ധിക്കുക. ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ ശ്രദ്ധിക്കുക. മനസ്സിനെ വീണ്ടും വീണ്ടും ഇപ്പോഴിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പരിശീലനമാണ്. നാലാമതായി, ക്ഷമ വേണം. നിങ്ങളുടെ മനസ്സ് വർഷങ്ങളായി ഒരു പ്രത്യേക രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി മാറുമെന്ന് പ്രതീക്ഷിക്കരുത്. മാറ്റം ചെറിയ ഘട്ടങ്ങളിലായിരിക്കും. ഇന്ന് നിങ്ങൾ 10 മിനിറ്റ് ഓവർ തിങ്കിങ് കുറച്ചിരിക്കാം. നാളെ നിങ്ങളൊരു ഭയചിന്തയെ ചോദ്യം ചെയ്തിരിക്കാം. മറ്റൊരു ദിവസം നിങ്ങൾ ഭയപ്പെട്ടിട്ടും ഒരു ചെറിയ കാര്യം ചെയ്തിരിക്കാം. ഇവയെല്ലാം വിജയങ്ങളാണ്. മനസ്സിന്റെ മാറ്റം പലപ്പോഴും പുറത്തുനിന്ന് ഉടൻ കാണാനാകില്ല. പക്ഷേ ഉള്ളിൽ പുതിയൊരു വഴി രൂപപ്പെടുകയാണ്. അവസാനമായി ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈ മുഴുവൻ ആശയങ്ങളെയും ഒരു വാചകത്തിൽ പറയേണ്ടി വന്നാൽ അത് ഇതാണ്: നിങ്ങൾ ദിവസവും ആവർത്തിക്കുന്ന കാര്യങ്ങളെയാണ് നിങ്ങളുടെ തലച്ചോർ കൂടുതൽ ശക്തമാക്കുന്നത്. നിങ്ങൾ ദിവസവും ഭയം ആവർത്തിച്ചാൽ ഭയത്തിന്റെ വഴി ശക്തമാകും. നിങ്ങൾ ദിവസവും ഓവർ തിങ്കിങ് ആവർത്തിച്ചാൽ അതിന്റെ വഴി എളുപ്പമാകും. പക്ഷേ നിങ്ങൾ ദിവസവും ചിന്തകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, ശാന്തമായി ശ്വസിക്കാൻ പഠിച്ചാൽ, ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ തുടങ്ങുകയാണെങ്കിൽ, ഭയത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിനു പകരം ചെറിയ പടികളിലൂടെ അതിനെ നേരിടുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സും പുതിയൊരു വഴി പഠിക്കാൻ തുടങ്ങും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം: ലക്ഷ്യമൊരിക്കലും, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉത്കണ്ഠ ഉണ്ടാകാതിരിക്കുക എന്നതല്ല. ഉത്കണ്ഠ ഒരു സാധാരണ മനുഷ്യാനുഭവമാണ്. ചില സാഹചര്യങ്ങളിൽ ഭയമുണ്ടാകും. ചില ദിവസങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകും. ചിലപ്പോൾ നമ്മൾ വീണ്ടും ഓവർതിങ്ക് ചെയ്യും. അതൊന്നും പരാജയമല്ല. യഥാർത്ഥ ലക്ഷ്യം ഇതാണ്: ഉത്കണ്ഠ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാതിരിക്കുക. ഭയം വരാം, പക്ഷേ അത് നിങ്ങളുടെ തീരുമാനം എടുക്കേണ്ടതില്ല. ഒരു മോശം ചിന്ത വരാം, പക്ഷേ അത് നിങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടതില്ല. മനസ്സ് അസ്വസ്ഥമാകാം, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിർത്തേണ്ടതില്ല. ഇതാണ് യഥാർത്ഥ മാനസിക ശക്തി. ഭയമില്ലാത്ത മനുഷ്യനാകുന്നതല്ല ശക്തി. ഭയമുണ്ടായിട്ടും ശരിയായ കാര്യം ചെയ്യാൻ കഴിയുന്നതാണ് ശക്തി. സമാപനം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് വളരെ ലളിതമായെങ്കിലും ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ തലച്ചോർ നിങ്ങളുടെ ശത്രുവല്ല. അത് നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ചിലപ്പോൾ അതിന്റെ അലാറം ആവശ്യമില്ലാത്ത സമയത്തും മുഴങ്ങാം. അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അത് മനസ്സിലാക്കണം: ഒരു ചിന്ത വന്നതുകൊണ്ട് അത് സത്യമല്ല. ഒരു ഭയം തോന്നിയതുകൊണ്ട് അത് സംഭവിക്കുമെന്ന അർത്ഥമില്ല. ഒരു മോശം സാധ്യത മനസ്സിൽ വന്നതുകൊണ്ട് അത് നിങ്ങളുടെ ഭാവിയാകുന്നില്ല. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഒരു നിമിഷം നിൽക്കുക. ഒരാഴത്തിലുള്ള ശ്വാസം എടുക്കുക. സ്വയം ചോദിക്കുക: ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്റെ മുന്നിൽ യഥാർത്ഥ അപകടമുണ്ടോ? അതോ എന്റെ മനസ്സ് ഒരു സാധ്യതയെക്കുറിച്ച് കഥയുണ്ടാക്കുകയാണോ? പിന്നെ മറ്റൊരു ചോദ്യം: ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശരിയായ കാര്യം എന്താണ്? അത് ചെയ്യുക. വലിയ മാറ്റങ്ങൾ പലപ്പോഴും വലിയ തീരുമാനങ്ങളിൽ നിന്നല്ല വരുന്നത്, ചെറിയ തീരുമാനങ്ങളുടെ ആവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ഒരു ചിന്തയെ ചോദ്യം ചെയ്യുക. നാളെ കുറച്ചുനേരം ശാന്തമായിരിക്കുക. മറ്റൊരു ദിവസം ഭയപ്പെട്ടിട്ടും ഒരു ചെറിയ കാര്യം ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ പുതിയൊരു വഴി പഠിപ്പിക്കുക. ഒരിക്കൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും: നിങ്ങൾ മാറിയത് ഒരു ദിവസം കൊണ്ടല്ല, നിങ്ങൾ ദിവസവും എടുത്ത ചെറിയ തീരുമാനങ്ങളിലൂടെയാണ്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ഒരിക്കലും കരുതരുത്. അത് പരിശീലിപ്പിക്കാൻ കഴിയും. അത് പഠിപ്പിക്കാൻ കഴിയും. അത് മാറ്റാൻ കഴിയും. ഇന്ന് മുതൽ നിങ്ങളുടെ മനസ്സിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തൂ. അതിനൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങൂ. നിങ്ങളുടെ ഭയത്തെ ശത്രുവായി കാണാതെ ഒരു സന്ദേശമായി കാണൂ. നിങ്ങളുടെ ചിന്തകളെ സത്യമായി കാണാതെ പരിശോധിക്കേണ്ട സന്ദേശങ്ങളായി കാണൂ. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന ഒരു പരിശീലനമായി കാണൂ. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒന്നല്ല. ശരിയായ ദിശ കാണിച്ചാൽ അതുതന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച കാര്യം ഏതാണ്? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ നിങ്ങളെ സ്വാധീനിച്ച ചിന്ത ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്.
നിങ്ങളുടെ ഒരു വാക്ക് മറ്റൊരാൾക്ക് വലിയ പ്രചോദനമാകാം. ഇത്തരത്തിലുള്ള അറിവും ചിന്തകളും ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന ആശയങ്ങളും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓർക്കുക, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഭയം തോന്നുന്ന ഓരോ നിമിഷവും നിങ്ങൾ പിന്നോട്ടു പോകേണ്ടതില്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങളുടെ ഭാവിയെ നിർബന്ധമായി തീരുമാനിക്കുന്നില്ല. ഇന്നത്തെ ഒരു ചെറിയ മാറ്റം നാളത്തെ നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം മാത്രം പരിശീലിക്കൂ. ഭയത്തിന് പകരം ബോധപൂർവമായ പ്രതികരണം തിരഞ്ഞെടുക്കുക. ഓവർ തിങ്കിങ്ങിന് പകരം വ്യക്തത തിരഞ്ഞെടുക്കുക. ഒഴിവാക്കലിന് പകരം ചെറിയ ധൈര്യം തിരഞ്ഞെടുക്കുക. സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വയം മനസ്സിലാക്കുക. അങ്ങനെ പതുക്കെ നിങ്ങളുടെ മനസ്സ് മാറും. നിങ്ങളുടെ പ്രതികരണങ്ങൾ മാറും. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും. ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ കാണുന്ന രീതി മാറും. ഇത് ഒരു ദിവസത്തെ യാത്രയല്ല, പക്ഷേ ഓരോ ദിവസവും തുടങ്ങാൻ കഴിയുന്ന ഒരു യാത്രയാണ്. ഇന്ന് തന്നെ തുടങ്ങൂ. നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കൂ. നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് സ്വയം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ തടവറയാകേണ്ടതില്ല. അതുതന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകാം. ഇതേ ചിന്തയോടെ മറ്റൊരു അറിവുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ശാന്തമായി ചിന്തിക്കൂ. ധൈര്യത്തോടെ മുന്നോട്ടു പോകൂ. ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ ഇന്നലെയേക്കാൾ കുറച്ചുകൂടി ശക്തമാക്കൂ.